കർണാടകയിലെ ദക്ഷിണ കാനഡ ജില്ലയിലെ സുബ്രഹ്മണ്യ എന്ന ഗ്രാമത്തിലുള്ള കുക്കെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. പാർവതി പുത്രനായിട്ടുള്ള കാർത്തികേയൻ എന്നറിയപ്പെടുന്ന സുബ്രഹ്മണ്യനാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ. കാനഡയിലെ സുള്യ താലൂക്കിലെ സുബ്രഹ്മണ്യ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ഒരു വനാന്തരീക്ഷത്തിലാണ്. ഗ്രാമത്തിൻ്റെ ഹൃദയഭാഗത്തായിട്ടാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നദികൾ, വനങ്ങൾ, പർവ്വതങ്ങൾ എന്നിവയെല്ലാം ചേർന്നിരിക്കുന്ന ഇവിടെ പ്രകൃതിയുടെ എല്ലാ മനോഹാരിതകളും ദർശിക്കാവുന്നതാണ്. ഇവിടേക്ക് മംഗലാപുരത്ത് നിന്നും ഏകദേശം 105 കിലോമീറ്റർ ദൂരമുണ്ട്. ട്രെയിൻ, ബസ്, ടാക്സി എന്നിവയെല്ലാം നമുക്ക് എളുപ്പത്തിലെത്താം. ഞങ്ങൾ കാസർഗോഡ് ട്രെയിൻ ഇറങ്ങിയതിന് ശേഷം 9 പേർ ചേർന്നിട്ട് ഒരു ടാക്സി അറേഞ്ച് ചെയ്തിട്ടാണ് ഞങ്ങൾ സുബ്രഹ്മണ്യ ഗ്രാമത്തിലേക്കുള്ള ഈ യാത്ര സംഘടിപ്പിച്ചത്. കുമാരഗിരി പർവ്വതത്തിൻ്റെ ശിഖരത്തിൽ ഒരു വനനിബിഡമായ പ്രദേശത്ത് കുമാരധാര എന്നുള്ള പരിപാവനമായുള്ള നദിയുടെ കരയിലാണ് സുബ്രഹ്മണ്യ എന്നുള്ള ഗ്രാമം. അവിടെയാണ് കുക്കെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ നദിയിൽ കുളിച്ച് സ്നാനം ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഭഗവാന്റെ ദർശനം എടുക്കാൻ പാടുള്ളൂ എന്നൊരു കഥ കൂടിയുണ്ട്. ഞങ്ങളുടെ യാത്ര ഈ രീതിയിലാണ് പുരോഗമിച്ചത്. കാടും മേടും മലയും പുഴയും കുന്നും ഒക്കെ കടന്ന് മനോഹരമായിട്ടുള്ള ആ കാനന വീതിയിലൂടെ ഞങ്ങളുടെ യാത്ര. ഇങ്ങനെ യാത്ര ചെയ്ത് ഒരു 3 മണിക്കൂറോളം ഞങ്ങൾ ഈ വഴിയിൽ ഈ രീതിയിൽ യാത്ര ചെയ്തിട്ടാണ് ഒടുവിൽ കുക്കെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. ഞങ്ങളുടെ കൂട്ടത്തിൽ 9 സ്ത്രീകളായിരുന്നു ഞങ്ങൾ. അതായത് സ്വസ്തികയിലൂടെ ഞാൻ പരിചയപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട ഗോപികമാർ. ഞങ്ങൾ ഒരുമിച്ച് പല യാത്രകളിലും പോയിട്ടുണ്ട്. ഇവരുടെ കൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് ഒരു സുഖമുള്ള അനുഭവമാണ്. കാരണം 9 പേർക്കും ഒരേ മനസ്സാണ്. ഞങ്ങളുടെ യാത്രയ്ക്ക് വേണ്ട എല്ലാ ഒരുക്കങ്ങളും ചെയ്തു തന്നത് ഗീത ചേച്ചിയാണ്. ശേഷകുടീര എന്നുള്ള ലോഡ്ജിലാണോ ഞങ്ങൾ താമസിച്ചത്. അവിടെ എത്തിയതിനു ശേഷം ആദ്യം ഞങ്ങൾ കാണാൻ ചെന്നത് ഈ വാസുകി ഗുഹയിലേക്കാണ്. ഐതിഹ്യമനുസരിച്ച് ശൂരപത്മാസുരനെയും അവരുടെ അനുയായികളെയും ഘോരമായ യുദ്ധത്തിൽ വിജയകരമായി വധിച്ച ശേഷം സുബ്രഹ്മണ്യ സ്വാമി തൻ്റെ സഹോദരനായ ഗണേശനോടും മറ്റു ചിലരോടും കൂടി ഈ കുമാരപർവ്വതത്തിൽ എത്തിച്ചേർന്നു. അങ്ങനെ അസുരകുലത്തിൽ നിന്നും ദേവന്മാരെ രക്ഷിച്ച സുബ്രഹ്മണ്യ സ്വാമിയോട് ദേവേന്ദ്രന് അതിയായ സ്നേഹവാത്സല്യമുണ്ടാവുകയും തൻ്റെ മകളായ ദേവസേനയെ വിവാഹം കഴിക്കാൻ സ്വാമിയോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഷൺമുഖൻ സന്തോഷത്തോടെ ദേവസേനയെ തൻ്റെ പത്നിയാക്കി. കുമാരപർവ്വതത്തിൽ വച്ചിട്ടാണ് ആ ദിവ്യമായിട്ടുള്ള വിവാഹം നടന്നതെന്നും പറയപ്പെടുന്നു. ബ്രഹ്മാവ്, രുദ്രൻ തുടങ്ങിയ ദേവന്മാർ നവദമ്പതിമാരെ അവിടെ വെച്ച് അനുഗ്രഹിക്കുകയും ചെയ്തു. ഗരുഡന്റെ ആക്രമണം ഭയന്നാണ് സർപ്പരാജാവായ വാസുകി ഈ ഗുഹയിൽ അനേക വർഷക്കാലം തപസ് ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് സുബ്രഹ്മണ്യ സ്വാമി ദർശനം നൽകി. മാത്രമല്ല, തന്നോടൊപ്പം സ്ഥിരമായി താമസിക്കാൻ വാസുകി സുബ്രഹ്മണ്യനോട് പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ തൻ്റെ പരമഭക്തനായ വാസുകിയോടൊപ്പം എന്നേക്കുമായി ഇവിടെ താമസിക്കുവാൻ സമ്മതിക്കുകയും ചെയ്തു. അന്നു മുതൽ സുബ്രഹ്മണ്യ സ്വാമി തൻ്റെ പത്നി ദേവസേനയോടും വാസുകിയോടും ഒപ്പം ഈ കുക്കെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ആത്മീയ സാന്നിധ്യം സ്ഥാപിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു. വാസുകി സുബ്രഹ്മണ്യനെ വളരെ വർഷക്കാലം തപസ് ചെയ്തിരുന്ന ഗുഹയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇത് വാസുകി ഗുഹ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇതിൻ്റെ ആഴം നിർണയിച്ച് തിട്ടപ്പെടുത്തിയിട്ടില്ല. കുറച്ച് ദൂരം മാത്രമേ ഞങ്ങൾക്ക് പടികൾ ഇറങ്ങാൻ സാധിച്ചിട്ടുള്ളൂ. ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല, കാരണം അഗാധമായ കുഴിയാണ്. പ്രത്യേകമായോ എന്തോ ഒരു ഗന്ധം ഈ കുഴിയിൽ നിന്ന് ഉണ്ടാകുന്നുണ്ടെന്ന് കൂടെ വന്ന ചേച്ചിമാർ പറയുന്നുണ്ടായിരുന്നു. മാത്രമല്ല, അവിടെ ഒരു വലിയ ഹാരം ഇങ്ങനെ പാമ്പിൻ്റെ രൂപത്തിൽ കിടക്കുന്നുണ്ട്. അത് വാസുകിയുടെ ആ ഒരു രൂപം ആ സ്മരണ നമുക്ക് ജനിപ്പിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. സൂക്ഷിച്ചു നോക്കിയാലേ ആ ഹാരം അവിടെ കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. सन्दानं प्राप्य देवेन सन्दानस्य च रक्षता सर्ववाहाविनिर्मुक्ता
അങ്ങനെ സർപ്പസ്തുതിയൊക്കെ ചൊല്ലി പിന്നെ ഞങ്ങൾ നേരെ പോയത് കുമാരധാര നദി കാണാനായിട്ടായിരുന്നു. നല്ല മഴക്കാലമായതുകൊണ്ട് തന്നെ നദിയിൽ ഇറങ്ങി കുളിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. പക്ഷെ അവിടെ ഒരു ടംബ്ലറിൽ നിറയെ വെള്ളം, കുമാരധാര നദിയിലെ വെള്ളം ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങളെല്ലാവരും തലയിൽ ഒഴിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ച് മന്ത്രമൊക്കെ ചൊല്ലി ഞങ്ങൾ അസ്സലായിട്ട് കുളിച്ചു. അങ്ങനെ ആ കുമാരധാര നദിയിലെ ആ സ്നാനപുണ്യം ഞങ്ങൾക്ക് ഇങ്ങനെയെങ്കിലും ലഭ്യമായത് ആ ഭഗവാന്റെ കടാക്ഷമായിട്ട് കണ്ട് ഞങ്ങൾ അതിൽ സന്തോഷിക്കുകയാണ് ചെയ്തത്. പിന്നെ റൂമിൽ വന്ന് ഡ്രസ് ചേഞ്ച് ചെയ്ത് ഞങ്ങൾ നേരെ പോയത് ആദി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്കാണ്. അതായത് സുബ്രഹ്മണ്യ സ്വാമി സർപ്പാകൃതി സ്വീകരിച്ച് ആദ്യമായി തപസ് ചെയ്ത ഇടമാണ്. പ്രായശ്ചിത്തത്തിന് വേണ്ടി ബ്രഹ്മാവിനെ തടവിലാക്കിയതിൻ്റെ പ്രായശ്ചിത്തത്തിന് വേണ്ടി ആദ്യമായി തപസ് ചെയ്ത സ്ഥലമാണ് ഈ ആദി സുബ്രഹ്മണ്യ ക്ഷേത്രം. ഞങ്ങൾ എത്തിയപ്പോഴേക്കും സമയം ഏറെ വൈകിയിട്ടുണ്ടായിരുന്നു. 7 മണിയാകുമ്പോഴേക്കും ആ ക്ഷേത്രം അടയ്ക്കും. അതായത് വൈകുന്നേരം 7 മണിക്ക്. ഞങ്ങൾ എത്തിയ പാടെ ഓടിച്ചെന്ന് ദർശനമൊക്കെ എടുത്തതിന് ശേഷം പുറത്തേക്ക് വന്നപ്പോഴേക്കും ക്ഷേത്രം അടച്ചു. അതിൻ്റെ മുന്നിൽ കൂടെ കുമാരധാര നദി ഒഴുകുന്നുണ്ട്. ക്ഷേത്രത്തിലെ എല്ലാ അനുബന്ധ പൂജകളും ഈ നദിക്കരയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അതിനടുത്ത് തന്നെ ഒരു ചെറിയൊരു ഉദ്യാനമുണ്ട്. ഞങ്ങളെല്ലാവരും അവിടെ പോയി കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ് ആ ഉദ്യാനം. നല്ല മഴച്ചാറുണ്ടായിരുന്നു, കുറച്ച് ഇരുട്ടായി പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരത്തെ വന്നിരുന്നെങ്കിൽ അതിമനോഹരമായ കുറേ കാഴ്ചകൾ ആ ഉദ്യാനത്തിൽ കാണാം. അതിനുശേഷം ഞങ്ങൾ കുക്കെ സുബ്രഹ്മണ്യ സ്വാമി ദർശനത്തിനായി പുറപ്പെട്ടു. ഏകദേശം ഒരു 7:30 മണിയോടെ ഞങ്ങൾ ക്യൂവിൽ നിന്നു. പൂജകൾ കാരണം കുറച്ചു നേരം നമുക്കവിടെ കാത്തു നിൽക്കേണ്ടി വന്നു. ആ സമയത്ത് ഞങ്ങൾ സുബ്രഹ്മണ്യ സ്വാമിയുടെ സഹസ്രനാമമൊക്കെ ചൊല്ലിയിരുന്നു. ദർശനവും തുടർന്നുണ്ടായ ഭഗവാന്റെ അനുഭവങ്ങളും ഒക്കെ പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഞാനൊരു ലൈവ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിലെൻ്റെ എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾക്ക് നല്ലോണം അറിയാം. എൻ്റെ മാത്രമല്ല, എൻ്റെ കൂടെ വന്ന എല്ലാ സഖിമാരുടെയും ആ എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ആ വീഡിയോയിൽ നിന്ന് വ്യക്തമായിട്ട് കേൾക്കാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ ആ ലൈവ് വീഡിയോ ഈ വീഡിയോടൊപ്പം ചേർത്ത് ഇടുകയാണ്. അതോടൊപ്പം ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ അന്നപ്രസാദം ഞങ്ങൾക്ക് കഴിക്കാൻ സാധിച്ചു. നമുക്ക് എപ്പോൾ ചെന്നാലും രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും അവിടെ അന്നപ്രസാദം ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും നല്ല സാമ്പാറും രസവും മോരും ഒക്കെ കൂട്ടിയിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ളൊരു സദ്യ തന്നെയാണ് രാത്രി ഭക്ഷണമായിട്ട് ഭഗവാൻ തന്നത്. അതൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഭഗവാന്റെ മണ്ണ് പ്രസാദവും കിട്ടി. അതൊരു അനുഭവമായിട്ട് ഞാൻ ലൈവിൽ പറയുന്നുണ്ട്, ഒന്ന് കേട്ടു നോക്കൂ. ഹരേ കൃഷ്ണ, ജയ ശ്രീ രാധേ രാധേ, സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ഇന്നത്തെ ദിവസം ഭയങ്കര ധന്യമായി. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ഒന്ന് കർണാടകയിലെ മാംഗ്ലൂരിനടുത്തുള്ള കുക്കി എന്ന് പറയുന്ന ഒരു മലയുടെ മുകളിൽ, കുമാരഗിരിയുടെ മുകളിലുള്ള കുക്കി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. നിങ്ങൾ ഈ ക്ഷേത്രത്തെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സുബ്രഹ്മണ്യ സ്വാമി സർപ്പത്തിന്റെ ആകൃതി സ്വീകരിച്ചു. ബ്രഹ്മാവിനെ ഓങ്കാര പ്രണവ മന്ത്രത്തിന്റെ അർത്ഥം അറിയില്ല എന്ന് പറഞ്ഞിട്ട് ബ്രഹ്മാവിനെ തടവിലാക്കി. അപ്പോൾ അമ്മയായ പാർവതി ദേവി പറഞ്ഞു കൊടുക്കും ചെയ്തത് തെറ്റാണ്, അതിന് പ്രായശ്ചിത്തം ചെയ്യണം. അങ്ങനെ എത്രയോ ആണ്ട് സുബ്രഹ്മണ്യ സ്വാമി സർപ്പാകൃതി പൂണ്ട് ഭൂമിയിൽ വസിച്ചിരുന്നു. ആ സ്ഥലമാണ് ഇത് എന്നാണ് പറയുന്നത്. ഇവിടെ ഭഗവാൻ സുബ്രഹ്മണ്യ സ്വാമി സർപ്പാകൃതിയിലാണ് ഇരിക്കുന്നത്, സർപ്പത്തിന്റെ രൂപത്തിലാണ് ഇരിക്കുന്നത്. മാത്രമല്ല വാസുകി തുടങ്ങിയ സർപ്പങ്ങൾക്ക് ഗരുഡന്റെ ഭയം ഉണ്ടായിരുന്ന സമയത്ത്, പിന്നെ താരകാസുരനാല് ഈ സർപ്പങ്ങൾക്കും നാഗങ്ങൾക്കും ഒക്കെ വലുതായിട്ടുള്ള ഉപദ്രവങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് അവരെ സംരക്ഷിച്ചത് സുബ്രഹ്മണ്യ സ്വാമിയാണ്. ഇവിടെ ആണ് വാസുകിയും മറ്റു സർപ്പങ്ങളും നാഗങ്ങളും ഒക്കെ. ഈ സർപ്പങ്ങളും നാഗങ്ങളും രണ്ടാണ് കേട്ടോ. അപ്പം ഈ സർപ്പങ്ങൾ എന്ന് പറഞ്ഞാൽ എഴയുന്ന ജന്തുക്കള്, നാഗങ്ങൾക്ക് എന്ന് പറഞ്ഞാല് ആകാശത്തോടുകൂടി പറക്കാൻ പോലും സാധിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള പ്രത്യേകമായിട്ടുള്ള സർപ്പാകൃതിയുള്ള ഇതിനെയാണ് നാഗം എന്ന് പറയുന്നത്. എന്നാൽ ഈ സർപ്പങ്ങളുടെയും നാഗങ്ങളുടെയും രാജാവ് എന്ന് പറയുന്ന വാസുകിയാണ്. വാസുകി ആരാ? നമ്മുടെ മഹാദേവന്റെ ആ കണ്ഠത്തിന് അലങ്കാരമായിരിക്കുന്ന വാസുകി, മന്ധര പർവ്വതം കടയാനായിട്ട് ഭഗവാൻ നിയോഗിച്ച അതേ വാസുകി. ആ വാസുകി ഇവിടെ ഭഗവാന് ഒരുപാട് നാള് തപസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സുബ്രഹ്മണ്യ സ്വാമി ആണ് വാസുകിയെയും എല്ലാ സർപ്പങ്ങളെയും നാഗങ്ങളെയും രക്ഷിച്ചത്. അപ്പോൾ എല്ലാ നാഗങ്ങളും ഇപ്പോഴും സുബ്രഹ്മണ്യ സ്വാമിക്ക് പൂജ ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് കുക്കി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഇവിടെ ഒരു വലിയ പുറ്റുണ്ട്. ആ പുറ്റിന്റെ ഉള്ള് എന്ന് പറയുന്ന അതിന് അന്തമില്ലാത്ത ഒരു പാതാളത്തിലേക്കാണ് ആ പുറ്റിന്റെ
ആഴം അളക്കാൻ പറ്റിയിട്ടില്ല എന്നാ പറയണത്. അത് ശരിക്കും പാതാളത്തിലേക്കാണ്. ആ പുറ്റിൽ നിന്ന് പലപ്പോഴും സർപ്പങ്ങളെ എപ്പോഴും കാണും. അതായത് മിക്കവാറും സർപ്പങ്ങളെ കാണാൻ സാധിക്കും ഈ പുറ്റിന്റെ ഉള്ളിൽ നിന്നാ പറയുന്നത്. അപ്പൊ ഈ കുക്കി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഈ പുറ്റിന്റെ ഉള്ളിൽ നിന്ന് സർപ്പങ്ങളെ കാണുമെങ്കിലും ഇത് ഈ പുറ്റ് ശ്രീകോവിലിന്റെ ഉള്ളിലാണ് ഉണ്ടെങ്കിൽ ഈ പുറ്റിനുള്ള സർപ്പങ്ങൾ ആരും ഉപദ്രവിക്കാറില്ല. ഇവിടെ പൂജ ചെയ്യുന്ന ആളുകൾക്ക് ആർക്കും ഈ സർപ്പങ്ങളിൽ നിന്ന് യാതൊരു ഉപദ്രവവും ഉണ്ടാകാറില്ല. പിന്നെ പ്രധാനമായിട്ട് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ പുറ്റിൽ നിന്ന് കിട്ടണ മണ്ണാണ് ഇവിടത്തെ പ്രധാനപ്പെട്ട പ്രസാദം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ എല്ലാവർക്കും ഈ മണ്ണ് കിട്ടില്ല. ഇവിടെ വരുമ്പോൾ ഈ മണ്ണ് കിട്ടാനും ഒരു ഭഗവാന്റെ ഒരു നിയോഗം വേണമെന്നാ പറയണ കേട്ടോ. അപ്പോ ഇവിടെ വന്നിട്ട് ഈ പുറ്റിൽ നിന്ന് ഇതാ നിങ്ങൾ ഇതാ കാണുന്നതാണ് കുക്കി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ വലിയ കവാടം എന്ന് പറയുന്നത്. ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് ഇവിടത്തെ പ്രകൃതി ഭംഗി നിങ്ങൾക്ക് കാണിച്ചു തരാൻ എനിക്ക് ഒരു നിർവാഹമില്ല. പക്ഷെ അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഇപ്പൊ മൺസൂൺ മാസം ആയതുകൊണ്ട് തന്നെ നല്ല മഴയുണ്ട്, നല്ല പച്ചപ്പുണ്ട്. മാത്രല്ല ഇവിടെ ദർശനം എടുക്കണമെങ്കിൽ ആദ്യം ഇവിടെ കൂടെ ഒഴുകുന്ന കുമാരധാര നദിയുണ്ട്. ആ നദിയിൽ സ്നാനം ചെയ്തിട്ട് വേണം ഈ സുബ്രഹ്മണ്യ സ്വാമിയുടെ ദർശനം എടുക്കാൻ. അതിനു മുമ്പ് ഭഗവാൻ എന്താ പറയാ, ഞാൻ ഈ ഭഗവാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. കാരണം ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് സൈന്യാധിപന്മാരിൽ സ്കന്ദൻ ഞാൻ തന്നെയാണെന്ന് ഭഗവാൻ അഖിലാണ്ടകോടി ബ്രഹ്മാണ്ടനാഥനായ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഭഗവാന്റെ അംശവും വിഭൂതിയും ഒക്കെ തന്നെയാണ്. അപ്പോ സുബ്രഹ്മണ്യ സ്വാമി ഈ സർപ്പാകൃതി പൂണ്ട് തപസ് ചെയ്തിരുന്നത് കുമാരധാര നദിയുടെ കരയിലാണ്. അവിടെയാണ് ആദി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആദ്യം നമ്മൾ കുമാരധാര നദിയിൽ സ്നാനം ചെയ്ത് ആദി സുബ്രഹ്മണ്യ സ്വാമിയെ വണങ്ങിയതിന് ശേഷം വേണം കുക്കി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശനം നടത്തി ദർശനം എടുക്കാൻ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ 9 കൂട്ടുകാരിമാരോട് ഒപ്പമാണ്. ഒമ്പതാമത്തെ കൂട്ടുകാരി എന്ന് പറഞ്ഞാൽ എൻ്റെ മോള് തന്നെയാണ്. അങ്ങനെ ഈ 9 പേര് ചേർന്നിട്ടാണ് ഞങ്ങൾ ഇവിടെ ദർശനം എടുക്കാനായിട്ട് വന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ കാസർഗോഡ് ഇറങ്ങി. കാസർഗോഡ് സ്റ്റോപ്പിൽ ഇറങ്ങിയതിനു ശേഷം അവിടെ നിന്നൊരു വലിയ ടെമ്പോ ട്രാവലർ പിടിച്ചിട്ടാണ് ഒരു 2.5 മണിക്കൂർ കാടിന്റെ ഉള്ളിലൂടെ, ഘോരമായിട്ടുള്ള ഒരു കാട്, എന്നാൽ ഇടയ്ക്ക് ജനവാസ മേഖലയും വരും, അങ്ങനെയുള്ള ഒരു കാടിന്റെ ഉള്ളിൽ കൂടി. ഇവിടുന്ന് ഏകദേശം 63 കിലോമീറ്ററേ ഉള്ളൂ ധർമ്മസ്ഥലത്തേക്ക്. അപ്പോൾ അങ്ങനെ കാടിന്റെ ഉള്ളിലൂടെയുള്ള യാത്ര നല്ല സുന്ദരമായ യാത്രയായിരുന്നു. ഇടയ്ക്ക് ചാറ്റൽ മഴയൊക്കെ കൊണ്ടുള്ള മനോഹരമായ യാത്ര. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ ഈ മലയുടെ മുകളിലുള്ള കുക്കി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന് അടുത്തുള്ള ഒരു ലോഡ്ജ് എടുത്തു. ഞങ്ങളുടെ ലോഡ്ജിന്റെ പേരെന്തായിരുന്നു ചേച്ചി? ശേഷ കുടീര എന്ന് പറഞ്ഞ ലോഡ്ജാണ് ഞങ്ങൾ എടുത്തത്. നല്ല ഒരു ഹോട്ടലാണ്. അവിടെ നിന്ന് ഞങ്ങള് വന്ന ഉടനെ തന്നെ കുമാരധാര നദിയിൽ പോയി. അവിടെ നമുക്ക് നദിയിൽ പോയി കുളിക്കാനുള്ള സൗകര്യം ഇപ്പൊ ഇല്ല, കാരണം മഴ ആയതുകൊണ്ട് ഇങ്ങനെ കര കവിഞ്ഞ് ഒഴുകുകയാണ്. എന്നാലും അവരൊരു ഓസ് ഇട്ടിട്ട് വലിയ ടംബ്ലർസിൽ ഈ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ വരുന്നവർ ആ നദിയിൽ സ്നാനം ചെയ്തിട്ടേ ഭഗവാനെ തൊഴാൻ പാടുള്ളൂ എന്നുള്ളത് കൊണ്ട് ആ ടംബ്ലറിൽ നല്ല മഗൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ഞങ്ങള് വെള്ളമൊക്കെ കുമാരധാര നദിയിലെ വെള്ളമൊക്കെ ഒഴിച്ച് കുളിച്ചിട്ട് നേരെ റൂമിൽ വന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടാണ് ഞങ്ങൾ ആദ്യം ആദി സുബ്രഹ്മണ്യ സ്വാമിയെ തൊഴുതു. എന്നിട്ട് ഇപ്പോൾ ദാ കുക്കി സുബ്രഹ്മണ്യ സ്വാമിയുടെ ദർശനം എടുത്തു. ഒരു പ്രാവശ്യമില്ല. വേറെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം ഇവിടെ കാണാനുള്ളതാണ്. വാസുകി ഗുഹ എന്ന് പറയും. വാസുകി ഭഗവാനെ പേടിച്ച്, ഗരുഡനെ പേടിച്ച് സുബ്രഹ്മണ്യ സ്വാമിയെ തപസ് ചെയ്തിരുന്നത് ഈ ഗുഹയുടെ ഉള്ളിലാണ്. ഒരു പാതാളത്തിന്റെ ഉള്ളിൽ കയറി പോകുന്നതുപോലെ ഒരു ഗുഹയുണ്ട്. അതും നിങ്ങൾ കാണണം. ഞാൻ അതിന്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ട് അത് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പോ പറഞ്ഞു വന്നത്, നാളെ നാഗചതുർത്ഥിയാണ്, മറ്റന്നാൾ നാഗപഞ്ചമിയാണ്. നാഗരാജാവായ വാസുകിയുടെ ജന്മദിനാണെന്ന് പറയുന്നുണ്ട്. ഈ നാഗപഞ്ചമി എന്ന് പറയുന്നത് നാഗങ്ങളുടെ ജന്മദിനാണ്. നാഗങ്ങൾ ഭൂമിയിൽ അവതരിച്ച ദിനാണ്. അതുമാത്രമല്ല നാഗചതുർത്ഥിയും വളരെ പ്രാധാന്യമാണ്. അമ്മമാര് കുട്ടികളുടെയും ഭർത്താവിന്റെയും നന്മയ്ക്ക് വേണ്ടിയിട്ട്, അവരുടെ ദീർഘായുസിന് വേണ്ടിയിട്ട്, സർവ്വ സൗഭാഗ്യങ്ങൾക്കും വേണ്ടിയിട്ട് വ്രതം ആചരിക്കും ഈ നാഗചതുർത്ഥി ദിനത്തിൽ. അന്ന് ഒരുപാട് നാഗാരാധനയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ വളരെ പ്രധാനമാണ് ഈ നാഗചതുർത്ഥിയും നാഗപഞ്ചമിയും. നാളെയാണ് നാഗചതുർത്ഥി, മറ്റന്നാളാണ് നാഗപഞ്ചമി. അപ്പൊ ഞങ്ങൾക്ക് നാളെ നാഗചതുർത്ഥി ദിവസത്തിൽ ഒരു പ്രാവശ്യം കൂടി കുക്കി സുബ്രഹ്മണ്യ സ്വാമിയെ, സർപ്പ രൂപത്തിലിരിക്കുന്ന വാസുകി പൂജിച്ചുകൊണ്ടിരിക്കുന്ന ആ സുബ്രഹ്മണ്യ സ്വാമിയെ തൊഴാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നാളെ ഒരു ദിവസം കൂടി കിട്ടുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് 2-3 പ്രാവശ്യം ദർശനം കിട്ടി. ഇവിടെ അധികം തിരക്കൊന്നുമില്ല, മഴ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഇന്ന് വലിയൊരു അത്ഭുതം ഉണ്ടായതെന്ന് വെച്ചാല്, അത് നിങ്ങളോട് പറയാതിരിക്കാൻ വയ്യ. ഏത് ക്ഷേത്രത്തിൽ ചെല്ലുമ്പോഴും ഞങ്ങൾക്ക് ഒരു അത്ഭുതം അല്ലെങ്കിൽ ഒരു അനുഭവം ഭഗവാൻ തരും.
അതായത് ഞങ്ങൾ ഇവിടെ വന്നു. ഞാൻ ആദ്യമായിട്ട് സ്കന്ദന്റെ അതായത് സുബ്രഹ്മണ്യ സ്വാമിയുടെ സഹസ്രനാമം ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് ചൊല്ലി. ഇവിടെ ഒന്ന് നിൽക്കും ചേച്ചി, ഇപ്പുറത്തെ സൈഡിൽ എല്ലാവരും നിൽക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും കാണും ചെയ്യും. അപ്പോൾ ഞങ്ങൾ എല്ലാവരും സ്കന്ദന്റെ ഒരുപാട് നാമങ്ങൾ ഇവിടെ കുറച്ചു നേരം ഞങ്ങൾക്ക് പൂജ ഏതാണ്ട് അടച്ചിട്ടിരിക്കുന്ന കാരണം ക്യൂല് നിൽക്കേണ്ടി വന്നു. അപ്പോൾ അധികം തിരക്കൊന്നും ഇല്ല, എന്നാലും പൂജ കാരണം അടച്ചിട്ടതാണ് ഞങ്ങൾക്ക് കുറച്ചു നേരം ക്യൂല് നിൽക്കേണ്ടി വന്നു. ഞങ്ങൾ കുറേ സഹസ്രനാമം ചൊല്ലി അങ്ങനെ ആനന്ദിച്ചു ഭഗവാന്റെ നാമം ചൊല്ലി. അങ്ങനെ ഞങ്ങൾക്ക് ദർശനം കിട്ടി. ഞങ്ങൾ പുറത്തു വന്നപ്പോൾ ഈ മണ്ണ് പ്രസാദം നമുക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞു ഞങ്ങൾ വിഷമിച്ചിരിക്കുമ്പോൾ. അപ്പൊ ഞാനിങ്ങനെ ഗീത ചേച്ചിനോട് ചോദിച്ചു, നമുക്ക് മണ്ണ് പ്രസാദം കിട്ടിയില്ലല്ലോ ചേച്ചി. അപ്പൊ ചേച്ചി പറഞ്ഞു, ഇവിടെ വരുന്നതല്ല എന്തെങ്കിലും ഒരു പുണ്യമുള്ളവർക്ക് മണ്ണ് കിട്ടുള്ളൂ എന്നാ ഞാൻ കേട്ടാന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ ഞങ്ങളുടെ കൂടെ വന്ന സുനിതയുടെ കയ്യിൽ ഈ മണ്ണ് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, നിനക്കിത് എവിടെന്നാ കിട്ടിയേ? അപ്പൊ പറഞ്ഞു, ഞാൻ തീർത്ഥം വാങ്ങാൻ ചെന്നപ്പോ അവിടെ ദക്ഷിണ വെച്ചപ്പോ എനിക്ക് ഈ മണ്ണ് തന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾക്കും ആഗ്രഹം, ഞങ്ങൾക്ക് ഈ മണ്ണ് കിട്ടിയില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ചോദിച്ചു, ഇനിയിപ്പോ എന്താ ചെയ്യാൻ, നാളെ ദർശനം എടുക്കുമ്പോൾ മണ്ണ് വാങ്ങാം എന്ന് പറഞ്ഞ് ഞങ്ങൾ പോകാൻ ഒരുങ്ങിയപ്പോൾ രാധിക പറഞ്ഞു, ഇല്ല ചിലപ്പോൾ ഇനിയിപ്പോൾ നാളെ നടന്നില്ലെങ്കിലോ, ഞങ്ങൾക്ക് നാളെ നേരത്തെ ഇവിടെ നിന്ന് പോകണം, നാളെ നടന്നില്ലെങ്കിലോ നമുക്കൊന്ന് പോയിട്ട് ഉള്ളിൽ പോയിട്ട് ഒന്നും കൂടെ ദർശനം എടുക്കാം, ഭഗവാൻ ഒന്നും കൂടെ കാണാമല്ലോ. അപ്പൊ ഞാനും പറഞ്ഞു നമുക്ക് ഒന്നും കൂടെ ദർശനം എടുക്കാം. അപ്പൊ എല്ലാവരും ഒരേ മനസ്സോടെ അത് സമ്മതിച്ചു, നമുക്ക് ഒന്നും കൂടെ പോയി ദർശനം എടുക്കാം, നമുക്ക് മണ്ണ് കിട്ടുകയാണെങ്കിൽ മേടിക്കാം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉള്ളിലേക്ക് പോയി. അപ്പൊ ആരുമില്ല കേട്ടോ, ആ തിരുനട അടയ്ക്കാറായിക്കണു, ആരുമില്ല. ഞങ്ങൾ അതിന്റെ മുന്നിൽ നിന്നുകൊണ്ട് അതിസുന്ദരമായിട്ടൊരു അഷ്ടപതി ചൊല്ലി. ഭഗവാൻ അഷ്ടപതി ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോ അഷ്ടപതി ചൊല്ലി കേൾപ്പിച്ചു കൊടുത്തു. പശ്യതി ദിശി ദിശിയാണ് നാഥാ ഹരേ ജഗൻ നാഥാ ഹരേ സീതതി രാധാ വാസഗൃഹേ നാഥാ ഹരേ ജഗൻ നാഥാ ഹരേ. ഈ അഷ്ടപതിയാണ് ഞങ്ങൾ ചൊല്ലിയത് ഭഗവാന്റെ തിരുനടയിൽ മുമ്പിൽ നിന്നിട്ട്. അപ്പോ ഭഗവാന്റെ തിരുനടയുടെ തൊട്ടു മുമ്പിൽ വേറൊരു വരി കൂടെ ഉണ്ട്. അത് ഭഗവാനെ നമുക്ക് നല്ലോണം തൊഴാം, ആ മുന്നിൽ കൂടി പോവാം. അപ്പൊ ഞങ്ങള് ആദ്യം തൊഴുതപ്പോ ഞങ്ങൾ അവിടുത്തെ പൂജാരിനോട് ചോദിച്ചു, ഞങ്ങളെ ഉള്ളിൽ കയറ്റോ ഒന്ന് ഫ്രണ്ടിൽ കൂടെ തൊഴാന്ന് പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു 5000 രൂപ ചീട്ടാക്കണം അന്നദാനത്തിന്, എന്നാലേ മുന്നിൽ കൂടെ തൊഴാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് വിചാരിച്ചു വേണ്ട, ഭഗവാനെ തൊഴുതല്ലോ, എവിടെ നിന്നായാലും കണ്ടല്ലോ എന്ന് പറഞ്ഞ് തിരിച്ചു പോയതാ. അപ്പൊ രണ്ടാമത് ഞങ്ങൾ കയറി വന്നു മണ്ണ് പ്രസാദം വാങ്ങാനായിട്ട്. അപ്പൊ അവിടെ നിന്നിട്ട് ഞങ്ങള് ഈ അഷ്ടപതിയൊക്കെ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം നേരെ ഈ മണ്ണ് പ്രസാദം സുനിതയ്ക്ക് കൊടുത്ത പൂജാരിയുടെ അടുത്ത് ചെന്നപ്പോ അയാൾ അവിടെ നിന്ന് പോയിട്ടുണ്ട്. എല്ലാരും പോയി കഴിഞ്ഞു. അപ്പൊ ഞങ്ങൾ അവിടെ തന്നെ നിന്നു, മണ്ണ് പ്രസാദം കിട്ടിയില്ലല്ലോ. അപ്പൊ ഒരു പൂജാരി ചോദിച്ചു എന്താ നിക്കണേന്ന് വെച്ചാൽ, അപ്പം ഞങ്ങൾ മണ്ണ് പ്രസാദം കിട്ടിയില്ല, ഞങ്ങൾ പറഞ്ഞ ഭാഷയൊന്നും മനസ്സിലായിട്ടുണ്ടോന്ന് അറിയൂടാ. അതേ ഉടനെ വിളിച്ചിട്ട് പറഞ്ഞു എത്ര പേരുണ്ടെന്ന് വെച്ചു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു 9 പേരുണ്ടെന്ന് പറഞ്ഞു. എന്നാ വേഗം വരൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആ ശ്രീകോവിലിന്റെ മുന്നിൽ കൂടെ വഴി കൂടി കയറ്റി അങ്ങോട്ട് അകത്തേക്ക് വിട്ടു. എന്നിട്ട് ഞങ്ങൾ സുഖമായിട്ട് ഭഗവാനെ ഒന്നുകൂടി തൊഴുതു. മാത്രമല്ല അവിടുത്തെ മെയിൻ മേൽശാന്തി ഞങ്ങൾക്ക് ഉള്ളിൽ നിന്ന് ആ പുറത്തുള്ള പൂജാരിയുടെ അടുത്ത് നിന്നല്ല, മെയിൻ മേൽശാന്തി ഞങ്ങൾക്ക് ഉള്ളിൽ നിന്ന് മണ്ണ് പ്രസാദം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോരോ പാക്കറ്റിലാക്കി, ഒരാൾക്ക് ഒരു 5-6 പാക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഇതാ മണ്ണ് പ്രസാദം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും മെയിൻ മേൽശാന്തി ഞങ്ങൾക്ക് എടുത്ത് തന്നു. ഞങ്ങളുടെയൊക്കെ കണ്ണുകൾ നിറഞ്ഞു. മാത്രമല്ല ഭഗവാനെ ആ തിരുനാടയുടെ മുന്നിൽ നിന്ന് സാഷ്ടാംഗം നമസ്കരിച്ച് തൊഴാനുള്ള ഭാഗ്യവും ഭഗവാൻ തന്നു. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? ഹന്തഭാഗ്യം ജനാനാം. അപ്പൊ ഞങ്ങളുടെ കുക്കി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടനം സമ്പൂർണ്ണമായി. ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. ഈ രാമായണ മാസത്തില് ഭഗവാന്റെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൽ, അതും നാളെ നാഗചതുർത്ഥിയാണ്, മറ്റന്നാൾ നാഗപഞ്ചമിയാണ്. നാഗപഞ്ചമി തൊഴാൻ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല. നാളെ നാഗചതുർത്ഥിക്ക് നമുക്ക് ഈ ഒരു 9 സഖിമാരുടെ കൂടെ വന്ന് ഈ ക്ഷേത്ര ദർശനം നടത്താൻ സാധിച്ചത് സുബ്രഹ്മണ്യ സ്വാമിയുടെയും അഖിലാണ്ടകോടി ബ്രഹ്മാണ്ടനാഥനായ ഭഗവാന്റെയും പാർവതി പരമേശ്വരന്മാരുടെ, ഇവിടെ വേറൊരു പ്രത്യേകത, ഉമാ മഹേശ്വരന്മാരുടെ അതിമനോഹരമായൊരു വിഗ്രഹം ഇവിടെ ഉണ്ട്. പിന്നെ നരസിംഹമൂർത്തിയുടെ ഒരു പ്രതിഷ്ഠയുണ്ട്. എല്ലാവരും ലക്ഷ്മി നരസിംഹമൂർത്തിയാണ്. അതുപോലെ പാർവതി ദേവിയെ മടിയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന മഹാദേവനാണ് ഇവിടെ ഉള്ളത്. ഗണപതിയുടെ പ്രതിഷ്ഠയുണ്ട്. അങ്ങനെ ഇവിടെ എല്ലാരും ഇങ്ങനെ മറ്റേ പഞ്ചമുഖി ഹനുമാനല്ല, മറ്റേ ഭഗവാന് വേണ്ടിയിട്ട്
ഭഗവാന് വേണ്ടിട്ട് ഇങ്ങനെ പത്തി വിടർത്തിയിട്ട് അനന്തൻ നിക്കണ പോലെ ഇവിടെ എല്ലാവരും എനിക്ക് വേണ്ടിട്ട് കൊട പിടിച്ച് നിൽക്കണം. ആ പഞ്ചമുഖി ഹനുമാന്റെ ഒരു ഫോട്ടോ നമ്മൾ കണ്ടുള്ളേന്ന്. അങ്ങനെ എല്ലാം സമ്പൂർണ്ണമായി, വളരെ സന്തോഷായി. അപ്പോ എന്റെ സ്വസ്തികയിലെ ഗോപി ഗോപന്മാരോട് ഞാൻ ഏത് ക്ഷേത്രത്തിൽ പോയാലും അവിടുത്തെ അനുഭവവും അവിടുത്തെ പ്രത്യേകതകളും ഞാൻ പങ്കുവെക്കാറുണ്ട്. ഇപ്പൊ ഈ ഒരു അനുഭവം ചൂടോട് തന്നെ നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ അപ്പൊ തന്നെ ഈ രാത്രിയായിട്ടും ഞങ്ങൾ ലൈവിൽ വന്ന് പറഞ്ഞാണ്. അപ്പൊ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും കുക്കി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പറഞ്ഞാലേ ചേച്ചി. പിറ്റേ ദിവസം രാവിലെയും ഞങ്ങള് ദർശനം എടുത്തു. അന്ന് നാഗചതുർത്ഥിയായിരുന്നു. ക്ഷേത്രത്തിന്റെ ഉള്ളിലെ തൊട്ട് അടുത്തുള്ള ഒരു മണ്ഡപത്തിൽ തന്നെ നരസിംഹമൂർത്തിയുടെ പ്രതിഷ്ഠ നമ്മൾ തൊഴുതിട്ട് നേരെ നോക്കുമ്പോൾ കാണുന്നത് ഒരു പഞ്ചമുഖ ഹനുമാന്റെ ഒരു ഫോട്ടോയാണ്. ആ മണ്ഡപത്തിൻ്റെ അകത്ത് ഞങ്ങൾ കടന്നു. എന്നിട്ട് ഹനുമാൻ സ്വാമിയെ കുറിച്ചിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരിമാർക്ക് കഥകളൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുത്തു. ഇവിടെ ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠ ഇല്ലല്ലോ എന്ന് മനസ്സിൽ ഞാൻ ഓർത്ത് ഉള്ളിൽ കടന്നപ്പോൾ തന്നെ ദശാവതാര പ്രതിഷ്ഠ ഉണ്ടായിരുന്നു അതിനുള്ളിൽ. ഒരു ഈ നിങ്ങളിപ്പോൾ കാണുന്ന ആ വേലിക്കുള്ളിൽ കാണുന്നത് ദശാവതാര പ്രതിഷ്ഠയാണ്. അതിൻ്റെ നടുവിൽ ഹനുമാൻ സ്വാമിയെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു. അത് എന്തായാലും ഞങ്ങൾക്ക് അത്ഭുതമായി. കാരണം ഹനുമാന്റെ കഥ പറഞ്ഞു വന്ന് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി ഹനുമാൻ സ്വാമിയെ തൊഴുതു. മാത്രമല്ല ഞങ്ങൾ വന്ന ദിവസങ്ങളിലൊക്കെ ഹനുമാൻ ചാലിസ് ചൊല്ലുന്നുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും കുക്കെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ആ മണ്ഡപത്തിൽ ഹനുമാൻ സ്വാമിയുടെ ഒരു സാന്നിധ്യം ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അതൊരു അനുഭവമായിരുന്നു. അതിനുശേഷം ഞങ്ങൾ എല്ലാവരും പ്രസാദമൊക്കെ വാങ്ങി. ലഡു പ്രസാദമൊക്കെ അവിടെ പ്രധാനമായിട്ട് കിട്ടുന്നത്. ലഡു പ്രസാദം വാങ്ങി. പൂജകളൊക്കെ നേരത്തെ ചീട്ടാക്കണം. അതുകൊണ്ട് പൂജകളൊന്നും ചെയ്തില്ല. പുറത്തേക്ക് ഇറങ്ങി. ആശ്ലേഷ പൂജ, സർപ്പ ബലി, അങ്ങനെ എന്തൊക്കെയോ പൂജകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അതിനെപ്പറ്റി വിശദമായിട്ട് നിങ്ങളൊന്ന് അതിൻ്റെ സൈറ്റിലൊന്ന് നോക്കണം. സർപ്പസങ്കല്പ പൂജയാണ് അവിടുത്തെ പ്രധാന പൂജ. അത് കഴിപ്പിക്കണമെങ്കിൽ 2 ദിവസം നമ്മൾ അവിടെ തന്നെ തങ്ങണം. ഇതാണ് ഉള്ളിലെ ശ്രീകോവിലിൽ നമ്മൾ കാണുന്ന ഭഗവാന്റെ വിഗ്രഹ രൂപം. അത് കഴിഞ്ഞ് ഞങ്ങൾ മറ്റൊരു ക്ഷേത്രം കൂടി സന്ദർശിക്കാൻ ഇടവന്നു. ബസവന്തേശ്വർ മഹാദേവ ക്ഷേത്രം. അതൊരു പുരാതനമായിട്ടുള്ള ഒരു ശിവക്ഷേത്രമാണ്. ഈ കുക്കെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന് ഏകദേശം 5000 വർഷത്തോളം പഴക്കമുണ്ട്. അതുപോലെ തന്നെ പഴക്കമുള്ള മറ്റൊരു ശിവക്ഷേത്രമാണ് ബസവന്തേശ്വർ ക്ഷേത്രം. നന്ദികേശ്വരൻ്റെ മുകളിലിരിക്കുന്ന ഒരു ശിവലിംഗ പ്രതിഷ്ഠയാണ് അവിടെയുള്ളത്. അതിമനോഹരമായിട്ടുള്ള കാനന ഭംഗി നമുക്ക് ആ ക്ഷേത്രത്തിൽ പോയാൽ കാണാൻ സാധിക്കും. കാടിൻ്റെ ആ ഇടതൂർന്ന വൻ മരങ്ങളുടെ മലയുടെ താഴ്വാരത്തിൽ ആ മനോഹരമായ അരുവിയൊക്കെ ഒഴുകുന്ന ഒരു സ്ഥലത്താണ് ഈ പുണ്യപുരാതനമായിട്ടുള്ള ക്ഷേത്രം. അന്ന് തിങ്കളാഴ്ചയായിരുന്നു. അപ്പോൾ ശിവന് പ്രാധാന്യമുള്ള ദിവസം കൂടിയാണല്ലോ. അന്ന് തന്നെ ഞങ്ങൾക്ക് ശിവ ഭഗവാന്റെ ദർശന സൗഭാഗ്യവും ലഭിച്ചു. ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് പാട്ടൊക്കെ പാടി. മഹാദേവ മനോഹര എന്ന് തുടങ്ങുന്ന ആ പാട്ട് അംബിക ചേച്ചിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ എല്ലാവരും പാടി ഭഗവാനെ സമർപ്പിച്ചു. മനോഹര മഹാമന്ത്ര പ്രഭു മഹാമായ ഭഗവതി നിന്നെ തൊഴുന്നേ. അങ്ങനെ മനസ്സ് നിറഞ്ഞ് നാമൊക്കെ ചൊല്ലി ഞങ്ങൾ 9 പേരും സന്തോഷത്തോടുകൂടി ആ ക്ഷേത്രത്തിന് പുറത്തേക്കിറങ്ങി. അതിമനോഹരമാണ് ആ ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രകൃതി രമണീയമായ സ്ഥലം. അതിന് മുന്നിലൊരു കുളം ഉണ്ടായിരുന്നു. ആ കുളത്തിൻ്റെ ഭംഗി വർണ്ണിക്കാൻ നമുക്ക് പറ്റില്ല. അത്രയും മനോഹരമായിട്ടുള്ള ഒരു സുന്ദരമായിട്ടുള്ള ഒരു കുളമായിരുന്നു അത്. അതിനു ചുറ്റും ഇങ്ങനെ ഇടതൂർന്ന വൃക്ഷലതാദികൾ. മനോഹരമായിരുന്നു ബസവന്തേശ്വർ മഹാദേവ ക്ഷേത്രം. അങ്ങനെ എന്നിട്ട് ഞങ്ങൾ കുക്കെയോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ പോകാൻ ഒരുങ്ങുകയാണ്. വളരെ നല്ല നല്ല അനുഭവങ്ങളൊക്കെ കിട്ടി. സന്തോഷത്തോടെയാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾക്ക് കിട്ടിയ ഡ്രൈവർ ചേട്ടനും അഷ്റഫ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഞങ്ങൾ എന്ത് പറയുന്നു അതിനെല്ലാം സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഡ്രൈവർ ചേട്ടനായിരുന്നു. അങ്ങനെ സന്തോഷത്തോടുകൂടി ഭഗവാന്റെ ദർശന പുണ്യത്തോടുകൂടി ഞങ്ങൾ തിരിച്ച് മടങ്ങുകയാണ്. ഭക്ത വാസുകിയുടെ സംരക്ഷകനായ കുക്കെ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. സർവം രാധാകൃഷ്ണാർപ്പണമസ്തു. ഹര ഹരോ ഹര ഹര.